മെയ് 1 പാട്രിയോട്ട് FDFS കണ്ടിട്ട് നെക്സ്റ്റ് വീക്ക് ഷെയിനിന് പോയിട്ട് FDFS കാണാമല്ലോ. 2 ദിവസമാണെങ്കിൽ കിട്ടത്തില്ലല്ലോ. അതിനെന്തായാലും നമുക്ക് തിയേറ്ററും കിട്ടില്ലല്ലോ. ഫഹദ്ക്കാടെയും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് സ്റ്റിൽ ഡേറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ലാസ്റ്റ് ഉറപ്പായിട്ട് ഒരു പടത്തിന് എന്തായാലും ത്രില്ലർസ് പടങ്ങൾക്ക് ഉണ്ടാവുന്നൊരു പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഉണ്ടെന്നാണ്. അതാണ് സ്ക്രിപ്റ്റ് ആണ് ജിത്തു സാറിന്റെ പടത്തിലെ മെയിൻ. 19ാമത്തെ വയസ്സിലാണ് ശരിക്കും പറഞ്ഞ നായകവേഷം ചെയ്തു തുടങ്ങിയത്. പിന്നെ 23-ല് ബാങ്ക് കിട്ടുന്നു എന്നൊക്കെ പറയണൊക്കെ വേറെ ലെവലിൽ എത്ര കിട്ടി എന്ന് നമ്മൾ പറയണം. എനിക്ക് ഇത്ര പൈസ ഇതിൽ നിന്ന് കളക്ട് ആയി കിട്ടി എന്ന് പറയുന്നതിന്റെ ചിലപ്പോൾ ഒരു ഇരട്ടി നമ്മൾ ഫിഗർ ചിലപ്പോൾ പറയേണ്ടി വരും. അതിൽ നിന്നൊരു മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. ഇൻഡസ്ട്രി ഒരു വലിയൊരു പരിപാടിയിലേക്ക് മാറുന്നുണ്ട്, നമ്മൾ പോലും ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക്. കോടി ക്ലബ്ബുകൾ അടിക്കാനായിട്ട് ഫോർമുല വേണ്ടെന്നായിരുന്നു. ഇന്നത്തെ ജനറേഷൻ കാണേണ്ട പടമാണ്. എനിക്ക് തോന്നുന്നു അവരെ ശരിക്കും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാനടക്കം കടന്നു പോയ ഒരു നമ്മുടെ ഒരു യൂത്തിന്റെ ഒരു ദേഷ്യമുള്ള ഒരു ടൈം ഉണ്ടാവുമല്ലോ. ഒരു ആക്ടർക്ക് എപ്പോഴും പ്രൂവ് ചെയ്യാനായിട്ട് മുഴുവൻ ഒരു സിനിമ വേണമെന്നോ അല്ലെങ്കിൽ 5-10 സീൻ വേണമെന്ന് നിർബന്ധമില്ലാന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഷോർട്ടിലായിരിക്കാം ഇയാളവിടെ പ്ലേസ്ഡ് ആകുമ്പോൾ രസമുള്ളൊരു ഔട്ട് തരുന്നത്. ചിലപ്പോൾ എൻ്റെ ഒരു സീനിലായിരിക്കാം. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു മൊമെന്റ് നിന്ന് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. അന്നേ റസൂലും ക്ലൈമാക്സിൽ റസൂൽ അന്നയുടെ ബോഡി കാണാൻ വരുന്നത്. അപ്പോൾ ആദ്യം ബ്രദർ അവിടെ ഉണ്ടല്ലോ, സെയിം മറ്റേ കസാരയൊക്കെ എടുത്തിട്ട് ഇരിക്കാൻ അവിടെ അത് കുഞ്ഞു കട്ടാണ്. നെക്സ്റ്റ് റസൂൽ വന്ന് അന്നയുടെ ബോഡിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഷോട്ടിൽ ബാക്കിൽ ഈ ബ്രദർ നിൽക്കുന്നുണ്ട്. അവൻ ഭയങ്കര ഇമോഷണലാണ്. അവൻ കണ്ണ് തുടയ്ക്കുന്നുണ്ട്. അതിന് മുന്നേ ഭയങ്കര അഗ്രസീവ് അയാള് നേരെ ഫ്ലിപ്പ് ഇയാൾ കണ്ണ് തുടയ്ക്കുന്നുണ്ട്. രസമുള്ള ഷോട്ട് ഈ ബോഡി എടുത്തു പോകുമ്പോൾ അവൻ ഭയങ്കര ഇമോഷണലായിട്ട് കൂട്ടുകാരിങ്ങനെ ചേർത്ത് പിടിച്ചെടുത്താം. അപ്പോൾ ഇതിൽ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണിവേൻ ഇവിടെ റസൂലിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്, ബാക്കിൽ ഷെയിൻ്റെ കൂട്ടുകാരൻ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ഒരു ക്ലൈമാക്സ്, അതിന് കിട്ടുന്ന ഫീഡ്, പെർഫോമൻസ് എങ്ങനെയാണ് റീകളക്ട് ചെയ്യുന്നത്? ഞാൻ ഇത്രയും ശ്രദ്ധിച്ചില്ല. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മളെല്ലാരും അടിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഒരു ഷൂട്ടിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ രാജീവ് സാർ ഒരു ഇവൻ എൻ്റെ ആക്ഷൻ വെച്ച് നോക്കിയാലും എല്ലാം ദൂരെയാണ്, ക്യാമറ ദൂരെയാണ്. നമ്മളവിടെ ചെയ്യുന്നതിന് ഒപ്പിയെടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. അപ്പൊ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ആ സമയത്ത് ചെയ്തു എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്തിന് അങ്ങനെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. കസേര തട്ടണമെന്ന് എന്നോട് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇതേപോലെ കണ്ണ് ഉടച്ചതും എന്തിനാ അങ്ങനെയും പറഞ്ഞിട്ടില്ല പല കാര്യങ്ങളും. പക്ഷെ അതാ അവരുടെ ഒരു ഭയങ്കരമായ ഒരു കൺവിക്ഷനാണ്. ബേസിക്കലി ആ ഒരു എൻവയൺമെന്റ് അവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഒരു മരണ വീടിന്റെ ഒരു അവസ്ഥ. ശരിക്കും അതൊരു മരണ വീടാന്ന് തോന്നിക്കുന്ന വിധം നമുക്കൊരു സിനിമ ഷൂട്ടിംഗ് ആണ് നമുക്ക് തോന്നില്ല. ഓൺ ലൊക്കേഷൻ നിങ്ങൾ ചെല്ലുമ്പോഴും ഇപ്പോ നമുക്ക് ഒരുപാട് ലൈറ്റ്സോ കാര്യങ്ങളോ ഇല്ല, ആകെ ക്യാമറ ഉണ്ട്, അതും അടുത്ത് തന്നെ കൊണ്ടുവരില്ല പലപ്പോഴും. വേറൊരു ഷൂട്ടിംഗ് രീതി നിങ്ങൾക്ക് വിട്ടുതരുന്നു. പിന്നെ അത് ആ സമയത്ത് അവിടെ സംഭവിച്ചു എന്നുള്ള പോലെ അതിനെ ഒപ്പിയെടുത്തു. അത് ഭയങ്കര അടിപൊളി പ്രോസസ്സ്. പിന്നെ അങ്ങനെ പിന്നീടുള്ള സിനിമകളിൽ നമുക്ക് അങ്ങനെ ഒരു പ്രോസസ് ഒന്നും പലപ്പോഴും കിട്ടില്ല. അത് പിന്നെ ആ ടൈമിൽ അധികം നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഇല്ല. ഞാൻ ആലോചിക്കുമ്പോ തുടക്കത്തിൽ ഇന്നുള്ള ഷെയിനുള്ള എല്ലാ ബൂസ്റ്റും നൽകുന്ന സിനിമകളിൽ ഒരു സിനിമയാണ് അന്നേ റസൂൽ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് ഭയങ്കര ഹുക്ഡ് ആയിട്ട് ഒരു എന്താ പറയാ ഒരുപാട് സ്കെയില് വെച്ച് അളക്കാണ്ട് പെർഫോം ചെയ്യാനും ബിഹേവ് ചെയ്യാനുള്ള സ്പേസ് അവിടെ കിട്ടുന്നുണ്ടല്ലോ. അത് സിനിമ മൊത്തത്തിൽ ഉണ്ട്. പിന്നെ അങ്ങനെയാണ് ആ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫഹദ്ക്കാടെയും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് സ്റ്റിൽ ഡേറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. അത് വളരെ നുവാൻസ് ചെറിയ സാധനങ്ങളുണ്ട് അതിനകത്ത്. നമുക്ക് പിന്നീട് കാണുമ്പോഴേ ഇത് ഇനി ഇതേപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സാധനം, അങ്ങനെ ഒരു ലൊക്കേഷൻ കിട്ടും. പോസ്റ്റ് RDX കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഈ പോപ്പുലർ സിനിമയിലോട്ട് ഷെയിൻ കുറച്ചുകൂടെ പ്ലേസ്ഡ് ആവുന്നുണ്ട്. ഈ പറഞ്ഞ കോമൺ മാന് ഭയങ്കര പ്രിയപ്പെട്ട ഏത് തരത്തിലും നമുക്കൊരു പോപ്പുലർ, മോർ സിനിമാറ്റിക്, മോർ എന്റർടൈൻമെന്റ് സ്പോട്ടിലോട്ട് മറ്റേ സേഫ് ബെറ്റ് എന്നുള്ള രീതിയിൽ ഒരു ആക്ടർ പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. അതിന്റെ ഫോളോ അപ്പിൽ വരുന്നതാണ് ഇപ്പൊ ദൃഢം വരുന്നത്. അപ്പോൾ ദൃഢത്തിന്റെ ട്രെയിലറാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഷെയിൻ ഭയങ്കര രസമാവുന്നുണ്ട്. നമ്മൾ പറയില്ലേ ഈ ഓരോ സിനിമകൾ, ഓരോ കഥാപാത്രങ്ങൾ, ചിലപ്പോൾ ഒരേ പ്രൊഫഷനിലുള്ള പല കഥാപാത്രങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മളെ കണ്ടുപിടിക്കുന്നത്, നമ്മളുടെ ബെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഈ കൊറോണ പേപ്പേഴ്സ്, ഈ വേലയിലെ CP എന്നൊക്കെ ഫാർ ബെറ്റർ ആയിട്ട് ഷെയിനെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നു. ഡയലോഗ് റെൻഡറിങ് ആവട്ടെ, ബോഡി ലാംഗ്വേജ് ആവട്ടെ, ഈ തുടക്കക്കാരൻ
യൂണിഫോമിൽ എന്താണ് എന്താണെന്ന്. അതിൽ ഇയാൾ എക്സൈറ്റ്മെന്റ് ഉണ്ട് അതില്. എന്താണ് ദൃഢം, എന്താണ് ക്യാരക്ടർ, ഇപ്പൊ പറയാൻ പറ്റുന്നത് എന്താണ്? ദൃഢം ഏതൊരു യുവാവിന്റെയും ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഉം. അതായത് നമ്മൾക്കൊരു ഇപ്പൊ ആ ഒരു യങ് ഏജിൽ ഒരു ജോലി കിട്ടുന്നു, നമ്മളുടെ ആ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് അത് എന്ത് ജോലിയും ആവാം, ഉം. കിട്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് പുറത്ത് ഒരാൾ വരുന്നു, അവിടെ അയാൾ കണ്ടുമുട്ടുന്ന ആൾക്കാർ, ഉം. അവിടെ നിന്നും പിന്നെ തുടങ്ങുന്ന ഒരു സീരീസ് ഓഫ് ഐ മീൻ ഉം. ഒരു മർഡറും റോബറി ഇങ്ങനെയുള്ള ഒരു ഉം. സീക്വൻസുകൾ നടക്കുകയാണ്. അതിലൊരു ഒരു യങ് ഓഫീസർ എങ്ങനെ അതിനെ കാണാം, എങ്ങനെ അയാൾ നേരിടും പക്ഷെ ഇയാൾ ഈ സിനിമയിലൊക്കെ കണ്ടായിരിക്കും ഇതിൽ ത്രിൽഡ് ആയിട്ടാവാ. ആ റിയൽ ഇയാളുടെ ലൈഫിൽ ഫേസ് ടു ഫേസ് ഇയാളുടെ അങ്കിള്, ആ ആ കഥാപാത്രത്തിന്റെ അങ്കിൾ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു, ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ഓക്കെ. അപ്പൊ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ കണക്ട് ചെയ്യണത് മൊത്തം നിന്റെ ഐ മീൻ അങ്കിൾ ഇങ്ങനെയുള്ള പ്രോസസ്സ് പരിപാടിയിലൂടെ ഒക്കെ പോയിണം, അപ്പൊ നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്ന ഒരു സാധനം പടത്തിലുണ്ട്. അത് അങ്ങനെ അപ്പൊ മേ ബി ഇയാള് ചിലപ്പോ അങ്കിളിനെ കണ്ട് ഇൻസ്പയർഡ് ആയതായിരിക്കും. ഒരു ഭയങ്കര പാവമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇത് ആദ്യമേ തന്നെ വന്ന് ഒരു പോലീസ് ഓഫീസറിന്റെ ഷോ ഇറക്കണമെന്നൊന്നും ഇല്ലാത്ത, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു നല്ലൊരു കക്ഷി. അതായത് അങ്ങനെ ഒരു നമ്മളെപ്പോഴും വേറൊരു സാധനം പറയുമല്ലോ, എപ്പോഴും ഒരു ഗ്രേ സാധനം, അങ്ങനെയൊന്നും ഇല്ല. ഭരചന്ദ്രൻ ടെംപ്ലേറ്റ് അല്ല, അതൊന്നും അല്ല, ഒരു പാവം മനുഷ്യനാണ്. ഒരു ഇപ്പൊ ഒരാൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ഒരാളോട് പോയിട്ട് ചൂടാവണമെന്നൊന്നും ഇല്ല, പക്ഷെ എന്ന കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. പക്ഷെ നടക്കാണ്ടാവുമ്പോ നിവൃത്തികെട്ട് ചൂടാവുന്നൊക്കെയുള്ള ആൾക്കാരില്ലേ, അങ്ങനത്തെ ഒരു കക്ഷിയാണ്. എനിക്കൊന്നും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഞാൻ കുറവാണ്. ഞാൻ കൂടുതലും മറ്റേ ലൗഡ് അല്ലെങ്കിൽ കുറച്ച് പെട്ടെന്ന് ദേഷ്യം തന്നെ അങ്ങനത്തെ ഒരാളല്ല ദൃഢത്തിലെ വിജയ് എന്താ പറയാ, സമരസപ്പെടാനും ക്ഷമിക്കാനും. പക്ഷെ അയാളുടെ ഒരു ജേർണി ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പടം തീരുമ്പോഴത്തേക്കും അയാൾ ഒരു വേറൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഈ വിജയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ തോന്നുന്നത്, ഈ പറയുന്ന ഒരു സിനിമയിലോട്ട് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ഷെയ്ൻ, സിനിമയുടെ അവസരം കിട്ടുന്ന, ആദ്യമായിട്ടൊരു അവസരം കിട്ടുന്ന പോയിന്റ്, അവിടെ സിനിമയുടെ ഭാഗമാവുന്നു. ഈ ആശിച്ച് മോഹിച്ച് ആഗ്രഹിച്ച് കിട്ടുന്ന ഒരു അവസരമാണത് ക്യാമറയുടെ മുന്നിൽ. ഇവിടെ പ്രൂവ് ചെയ്യണം, നിലനിൽക്കണം. ഈ സർവൈവല് ഇതൊരു ലോങ് ജേണി ആണല്ലോ. ഇതിലൊക്കെ ബേസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഭയങ്കരമായ ആഗ്രഹം, ഡിസയർ, അതിൻ്റെ ഒക്കെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇതിൻ്റെ ഒക്കെ ഒരു എൻഡിലാണല്ലോ ഈ പറഞ്ഞ ഒരു ജേണി സക്സസ് ആവുന്നത്. ഇതിൽ സർവൈവ് ചെയ്യാന്നുള്ളത് എളുപ്പമായിരുന്നോ, എളുപ്പമാണോ, എന്താണ്? ഇതിനകത്ത് ഒരു ആക്ടർ ആവാനുള്ള മാനിഫെസ്റ്റേഷൻ ആയിരുന്നില്ല, സിനിമയെ സ്നേഹിക്കുക എന്നുള്ളത് അങ്ങനെയായിരുന്നു. ചെറുപ്പത്തിലാണെങ്കിലും ഇത് ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ, ഇപ്പൊ ഞാൻ അഭിനയിക്കണ ഒരു ഷോർട്ട് ഫിലിമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ എനിക്ക് ആ പ്രോസസ്സിലാണ് കൂടുതലായിട്ട് ഭ്രമം തോന്നിയത്. അതൊരു അഡിക്ഷനായി മാറുന്നെന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടായി. അപ്പൊ എനിക്ക് രാജീവ് സാറിനെ കാണാനാണ് ഞാൻ പോകുന്നത്, എനിക്ക് അഭിനയിച്ച ഒരാളാവാൻ അങ്ങനെ അവസരം ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ആക്ടിങ് അല്ലല്ലോ, രാജീവ് സാറിനെ കാണണം. അതായത് നമ്മള് ദേവ്ഡി കണ്ടിട്ട് ടൈറ്റില് എടുത്തു പോയിട്ട് ഏത് ക്യാമറമാനെ നോക്കിയിട്ടുള്ള ഒരു ഇഷ്ടം, ഒരു ആസ്പയറിംഗ് ക്യാമറാമാനൊക്കെ ആയിരിക്കും ആ സമയത്ത്. അങ്ങനത്തെ ചിന്തകളായിരിക്കും. ഇത് എവിടെയെങ്കിലും പോയി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കണം, അങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ലൈറ്റ്സ് എവിടെയൊക്കെ ഏതൊക്കെ ലൈറ്റ് വന്നിട്ടുണ്ട്, ഇപ്പൊ ഇവിടെയാണ് നമ്മൾ അറിയാണ്ട് നോക്കി പോകാം. നമ്മുടെ ചെറുപ്പം മുതലുള്ളൊരു ശീലം, ആ രീതിയിലാണ് സിനിമേനെ കൂടുതലും കണ്ടിരിക്കുന്നത്. അഭിനയത്തിലേക്ക് പെട്ടെന്ന് വന്നു എന്ന് ഉള്ളതാണോന്ന് അറിയില്ല. ചിലപ്പോ ആ 6ാം ക്ലാസ്സിൽ തുടങ്ങിയ റിയാലിറ്റി ഷോ മുതൽ വേണമെങ്കിൽ ഈ ജേണിക്കെല്ലാം കാരണമാണ്. സീരിയല് ചെയ്തതെല്ലാം സൗബിൻക അൻവറിൽ വിളിക്കാനും, അൻവറിൽ വിളിച്ച ആ ഒരു ബന്ധം കൊണ്ടായിരിക്കും അന്നേ റസൂൽ പിന്നെയും വിളിച്ചത്. അപ്പൊ ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പൊ ഇത് പെട്ടെന്ന് വന്നു എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ ഒരു പതുക്കെ വന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കംപ്ലീറ്റ്ലി വേറെ വേൾഡ് ആയിരുന്നു. ഞാൻ ജീവിച്ചിരുന്ന ഒരു സാഹചര്യങ്ങളോ ഒന്നും അല്ല. ഒരുപാട് കാര്യങ്ങളുണ്ടായി എന്നുള്ളതാണ്. ആ ഒരു ഏജില് മണി ഹാൻഡ്ലിങ് അത് വേറൊരു സൈഡിലുണ്ടായിരുന്നു. പവർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരാൾ ഇങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാവുന്നില്ലാത്ത ഒരാളുടെ അതായത് ഈ വേൾഡ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന ഒരു ഏലിയൻ
ബ്ലൈൻഡ് ആയിട്ട് ആ. എല്ലാത്തിലോട്ടൊരു ഇതുണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാത്തിനോടും മറ്റേ കൂടുതൽ കമ്മിറ്റ് ചെയ്യുന്നു. കമ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് കൂടുതൽ മുതലെടുക്കുന്നു. ഉം. നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പോയിന്റ് നമ്മൾ പൊട്ടിത്തെറിക്കുന്നു. ഉം. ഇന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്തൊരു ആ. ഒരു കെയോട്ടിക് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി. പക്ഷെ ഒരു അതിന്റെ സൈഡിൽ തന്നെ നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല ജനങ്ങളുടെ സ്നേഹം ഭയങ്കരമായിട്ട്. ഉം. ഇപ്പൊ ഞാൻ അഭിനയിച്ച പടങ്ങളാണെങ്കിലും ആ ടൈമിൽ വളരെ സംസാരിക്കുന്ന പടങ്ങളിലും നമുക്ക് പാട്ടാൻ പക്ഷേ പറ്റിയിട്ടുണ്ട്. എല്ലാ സ്റ്റേജിലും പ്രേക്ഷകർ കൂടെ ഉണ്ട്. പ്രേക്ഷകർ കൂടെയുണ്ട്. അപ്പൊ ഈ പ്രേക്ഷകരുടെ സ്നേഹം ഒരു സൈഡിൽ, ഇൻഡസ്ട്രിയുടെ ഒരു പവർ പൊളിറ്റിക്സ് മനസ്സിലാക്കാനുള്ള ഒരു അറിവില്ലാത്ത ഒരാളുടെ ഒരു അതെനിക്ക് തോന്നി ഇൻഡസ്ട്രി വന്ന ഷെയ്ന്റെ ബാല്യമാണല്ലോ അത്. അതെ മറ്റേ വീഴാ എണീക്കുക ഇത് പഠിച്ചെടുക്കാനുള്ള സമയം. 19ാമത്തെ വയസ്സിലാണ് ശരിക്കും പറഞ്ഞ നായകവേഷം ചെയ്തു തുടങ്ങി. ഉം. പിന്നെ 23 ബാങ്ക് കിട്ടുന്നു എന്നൊക്കെ പറയണൊക്കെ വേറെ ലെവൽ കാര്യങ്ങൾ. കുറെ കാര്യങ്ങൾ ഉം. ഉം. ഇപ്പൊ ഒന്നിനെയും ആരെയും മോശമായിട്ടോ എന്നെ ന്യായീകരിക്കുന്നൊന്നുമില്ല. നമ്മൾക്കും അറിവില്ലായ്മ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ജേണിയാണ്, ഡ്രമാറ്റിക് ആണ്, സിനിമാറ്റിക് ജേണിയാണ്. ഇതിലും മറ്റേ സീറോ പ്രെഡിക്റ്റബിലിറ്റി ആണല്ലോ. നാളെ എന്ത് അതെ അതെ ഇല്ല. നാളെ ഇല്ല. നാളത്തെ പറ്റി അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വിചാരിക്കും ഈ സിനിമ ഷുവർ ഷോട്ട് ആണല്ലോ, അങ്ങനെ ഒരു ഷുവർ ഷോട്ട് ഇല്ല ലോകത്ത്. അങ്ങനെ ഒരു ഫോർമുല ഇല്ല സിനിമയെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഈവൻ ബാക്കിയുള്ള ജോലികൾക്ക് നമുക്കൊരു മിനിമം പറയാം, ഓക്കെ, അതിലും എല്ലാം ലക്കും എല്ലാം ബാധകമാണ്. ഞാൻ പറയുന്നത് സിനിമയിൽ തീരെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. നടന്നെന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ. ഇത് പറയുമ്പോ ദൃഢത്തിലോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പോസ്റ്റർ വരുമ്പോ ട്രെയിലർ വരുമ്പോഴൊക്കെ പോലീസും പ്രൊസീജിയറൽ ഡ്രാമയൊക്കെയാണ് നമ്മളിതിൽ കാണുന്നത്. ഉറപ്പായിട്ടും ഒരു തിയേറ്ററിൽ ഇപ്പോൾ ആദ്യ ദിവസം ടിക്കറ്റ് എടുത്തത് കോമൺ മാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല എപ്പോഴും. ഉറപ്പായിട്ട് ഇവര് ഈ ട്രെയിലറിനോ പോസ്റ്ററിനോ ഇവരിലുള്ള ചോദ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും, ഇതിൽ സീരിയൽ കില്ലർ ഉണ്ടോ, ഇത് മറ്റേ മേർഡർ ആണോ, ഡ്രാമയാണോ, ത്രില്ലറാണോ, എന്താ ശരിക്കും ദൃഢത്തിന്റെ സ്വഭാവം, ഒരു ടോട്ടൽ സിനാരിയോയില് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഓഫ് ഈ പടം എന്തായിരിക്കും? മേർഡർ മിസ്റ്ററി എന്നൊക്കെ പറയുന്ന, ഇപ്പൊ ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോണറിൽ പെടുത്താൻ പറ്റുന്ന പടമാണ്. പക്ഷെ ഇതിന്റെ പേഴ്സ്പെക്റ്റീവ് ഒരു യങ് ഓഫീസർ എങ്ങനെ അയാളുടെ ജേണി, അയാളുടെ ഒരു ലൈഫാണ് കാണിക്കുന്നത്. തുടക്കത്തിൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ പതുക്കെ കയറുന്ന ഒരു ടൈപ്പ് പടമാണ്. അങ്ങനെ കയറി പിന്നെ ഒരു ട്രാവലാണ് ഇത്. സീരീസ് ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ പിന്നെ ഇതിനെങ്ങനെ, അതൊരു സൊല്യൂഷൻ ഇല്ലാത്തൊരു ഇതുപോലെ ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഒരു ലാസ്റ്റ് ഉറപ്പായിട്ട് ഒരു പടത്തിൽ എന്തായാലും ത്രില്ലർസ് പടങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ടെന്നാണ്. അതാണ് ഇപ്പൊ പറയാൻ പറ്റാത്ത. ഈ ഷുവർ ഷോട്ട് നേരത്തെ പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിക്കുമായിരുന്നു, ഷെയ്ൻ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നത് അല്ലെങ്കിൽ ഒരു നരേഷൻ കേൾക്കുന്നത്. ഇപ്പൊ അവിടെ നമ്മൾ ഒരാളാണല്ലോ കേൾക്കുന്നത്, ഇത്രയും പ്രേക്ഷകർ ഒരുമിച്ച് അത് കേൾക്കുന്നില്ലല്ലോ. നമ്മുടെ POVയിലാണ് എന്ത് കേൾക്കുന്നു, നമ്മുടെ പെർസ്പെക്റ്റീവിലാണ് ഇത് ചൂസ് ചെയ്യുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നത്. എങ്ങനെ ഒരു കഥ കേൾക്കുന്നത്, അതിനൊരു ഡിസിഷൻ എടുക്കുന്നത് ഭയങ്കര ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടാണോ, അതിന് തലയിലൊരു പ്രോസസ്സ് കൊടുക്കുന്നുണ്ടോ, എന്താ ഷെയ്ൻ്റെ ഒരു പ്രോസസ്? കഥ കേട്ട് ചിലപ്പോ അപ്പൊ തന്നെ തോന്നും ഇത് ആവാം എന്ന് വെച്ചാൽ നമുക്കൊരു ഇഷ്ടം തോന്നും. അതിപ്പോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചിലവർക്ക് എന്തുകൊണ്ടാ ചില കളറിന് ഇഷ്ടം എന്നൊക്കെ പറയണ പോലെയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ചിലപ്പോ അത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഇതിലിപ്പോ ഒരു സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വർക്കാകുന്നതിന് കഥ മാത്രം ഘടകം, അല്ലെങ്കിൽ ആക്ടേഴ്സ് മാത്രം ഘടകം, പ്രൊഡക്ഷൻ മാത്രം ഘടകം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ ഓരോന്നും ഘടകമാണ്. എന്നാൽ ഇനി നമ്മൾ വിചാരിക്കും ഓക്കെ ഇതെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെന്ന് വിചാരിച്ചു, അപ്പൊ നമ്മൾ അതിന്റെ ഔട്ട്കം നമ്മൾ ഓക്കെ ഇപ്പൊ ഇത് നമ്മൾ എന്തായാലും അടിപൊളിയാണ് എന്നുള്ള സീനിൽ നമ്മൾ പോകുന്നതെന്ന് വിചാരിച്ചു, ചിലപ്പോൾ അത് വർക്കൗട്ട് ആവണമെന്നില്ല. എല്ലാം കൂടെ ചേർന്ന് എന്തോ ഒരു അമാൽഗമേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ഇൻവിസിബിൾ സാധനമുണ്ട്. അത് ചില പടങ്ങൾക്കുണ്ട്. ചില പടങ്ങളുണ്ടെന്ന് നമ്മൾ വിചാരിക്കും പോയി കയ്യിൽ നിന്ന് പോയി, നീ വെറുതെ ഇറക്കിവിടാന്ന്. ചിലപ്പോൾ ആ പടമായിരിക്കും അടിക്കുന്നത്, പറയാൻ പറ്റില്ല എന്ന് പറയുന്ന സാധനം. സോ തെരഞ്ഞെടുക്കുന്ന രീതിയിൽ അപ്പൊ തോന്നുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് ഡിസിഷൻ ഉണ്ട്. പിന്നെ ചിലപ്പോ ഏറ്റവും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് മേടിച്ച് അതിനൊന്നും കൂടെ ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കും. എന്നിട്ടും എനിക്ക് അതേ വൈബ് തോന്നുകയാണെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റീവ് ഡിസിഷൻ ആണ് കൂടുതലും ഒരു 90%. അല്ലെങ്കിൽ മാത്രം ഇപ്പൊ നമ്മൾ കൂടിപ്പോയ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ളവരോട് തന്നെയാണ്. ഇങ്ങനൊരു സാധനം എനിക്ക് വർക്കായി, നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാന്നുള്ള സാധനം ചിലപ്പോ വളരെ അപൂർവ, അല്ലെങ്കിൽ നമ്മളത് അപ്പൊ തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. ഈ തിയേറ്ററിൽ അടിക്കുന്നത്
ഷുഗർ ഷോട്ട് എന്ന് പറയുന്ന സമയത്തേക്ക് ഞാനിപ്പോഴും അതിൽ കണക്ട് ചെയ്യുന്നത് RDX ആയിട്ടാണ്. ഈ RDX മുന്നേ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ മൂന്നിൽ ഒരുമിച്ച് നമ്മുടെ അന്നൊരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഫെസ്റ്റിവൽ റിലീസിൽ ക്ലാഷ് വരുന്നു. നമ്മൾ കുറെ തവണ ഫെസ്റ്റിവൽ റിലീസിൽ പടം കാണാൻ വരികയെന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ഒരു പടം ക്ലാഷ് വരുന്നു എന്നുള്ള ഭയങ്കര എക്സൈറ്റഡ് 3 പേര് നിങ്ങളുണ്ടായിരുന്നു. പോസ്റ്റ് റിലീസിൽ ഈ പറഞ്ഞ ഒരു അണ്ടർഡോഗ്സിന്റെ സക്സസ് എന്നുള്ളത് അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. RDX സീസൺ വിന്നർ ആവുന്നു, എല്ലാ രീതിയിലും ആളുകൾ ഏറ്റെടുക്കുന്നു, ടോട്ടൽ സിനിമയുടെ സ്ട്രക്ചറിങ്ങിൽ കൈയടി കിട്ടുന്നു, ഫൈറ്റ് ഇതിലെല്ലാത്തിലും. ഈ RDX പോലൊരു സിനിമ കരിയറിൽ സംഭവിക്കുന്ന ആ ഒരു പോയിന്റ്, അവിടെ നിന്ന് ശരിക്കും ഷെയ്ൻ കരിയറിൽ നെക്സ്റ്റ് ഫേസ് അല്ലെങ്കിൽ നെക്സ്റ്റ് മോഡ് ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഒരു പുതിയ പ്ലാനിങ് നടക്കുന്നുണ്ടോ, ഡിസൈനിൽ മാറ്റം വരുത്തുന്നുണ്ടോ? ആഫ്റ്റർ RDX എങ്ങനെയാ കരിയറിലൊരു? സത്യം പറഞ്ഞ അങ്ങനെ ഒരു പ്ലാൻ വേണമെങ്കിൽ ആ ടൈമിലൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ ചിലവരോട് നമ്മൾ പറഞ്ഞേക്കുന്ന വാക്കുകളുണ്ട്. ഇപ്പോ ഞാൻ ഇന്ന സിനിമ ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്ന വാക്കുകളുണ്ട്. ചിലപ്പോൾ അവര് ആ സമയത്ത് എനിക്ക് തരുന്ന സാലറി പോലും, അതായത് നമുക്കന്ന് കിട്ടുന്നതിന്റെ പകുതിയുടെ പകുതി ആയിരിക്കാം. പക്ഷെ അതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ കൊടുത്തേക്കുന്ന വാക്കിനനുസരിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പടങ്ങള് ഉദ്ദേശിച്ച പോലെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ എനിക്കതിൽ കുറ്റബോധമില്ല. കാര്യം ഞാൻ ചിലപ്പോ അതെന്റെ ഫെയ്റ്റ് ആണ്, നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ബുദ്ധിപൂർവ്വം വേറൊരു കുറച്ചും കൂടെ പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള അങ്ങനത്തെ ഉള്ള ഒരു പ്രോജക്റ്റുകളാണ് ആ ടൈമിൽ ഞാൻ പിന്നീട് എനിക്ക് വന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് വേറൊരു സ്ട്രീക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ അതിലെനിക്ക് അറിയില്ല ചിലപ്പോൾ അങ്ങനെ. പക്ഷെ എന്നാലും ഞാൻ കൊടുത്ത വാക്ക് തെറ്റിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു ഗിൽറ്റ് എന്റെ ഉള്ളിൽ കിടക്കും, എത്തിക്സിനെ ഫോളോ. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ക്യാരക്ടർ വൈസോ അല്ലെങ്കിൽ എൻ്റെ അങ്ങനെ അപ്പൊ ആൾക്കാർ എന്നെ അങ്ങനെ കാണുന്നു എൻ്റെ ഒരു പ്ലേസ്മെന്റ് അതൊന്നും നോക്കാതെ കൊടുത്ത വാക്കുകൾക്ക് അനുസരിച്ചിട്ടുള്ള പടങ്ങൾ ഞാൻ ചിലത് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ച പോലെ ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഒരു സിനിമ ചെയ്യുന്ന മാത്രമല്ല, ഒരു സിനിമ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു പ്രൊഡക്ഷന്റെ കഴിവ് വളരെ കൂടുതലാണ്. നമുക്ക് ഇന്നിപ്പോ ബേസിക്കലി എന്താണ് ബ്രോ, ഇപ്പൊ ഒരു ഇത്ര കിട്ടി എന്ന് നമ്മൾ പറയണം, എനിക്ക് ഇത്ര പൈസ ഇതിൽ നിന്ന് കളക്ട് ആയി കിട്ടി എന്ന് പറയുന്നതിന്റെ ചിലപ്പോൾ ഒരു ഇരട്ടി നമ്മൾ ഫിഗർ ചിലപ്പോൾ പറയേണ്ടി വരും. അത് ഇന്നൊരു മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. നമ്മള് ഒരു പടം ഇറക്കിയിട്ട് ഇനി ആ പടം ഓടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാനിപ്പോ തിയേറ്റർ വിസിറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. പക്ഷെ ഒരു പ്രൊഡക്ഷൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് പലപ്പോഴും എങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ എനിക്ക് കണ്ടിട്ടുണ്ട്. എന്താ പറയാ, ഇപ്പൊ ഒരാളൊരു കഴിഞ്ഞ കൃഷ്ണദാസ് മുരളി വന്നപ്പോ സംസാരിക്കുമായിരുന്നു മോഹിനിയാട്ടത്തിന്റെ പ്രീയില്. പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പൈസയുള്ള ആളല്ല, ഇതിലൊരു പരിപാടിയുണ്ട്, അതറിയുന്ന പഠിച്ചു ചെയ്യുന്ന ഒരാളാന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു ട്രിക്സ് അറിയുന്ന, ഈ പ്രോസസ്സിനെ പറ്റി അറിയുന്ന ആളാണ് യഥാർത്ഥ പ്രൊഡ്യൂസർ എന്നുള്ളത്. പൈസ മാത്രമല്ല ഘടകം എന്നുള്ളത് 100%. ഇത് അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവരുണ്ട്, അതായത് 100 ബിസിനസ്സുകളുടെ ഇടയിൽ ഒരു ബിസിനസ്. അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ ബാക്കി ബിസിനസ്സുകൾ ചെയ്യാനേ ടൈമുള്ളൂ, പ്രയോറിറ്റി. അപ്പൊ അവിടത്തെ നഷ്ടം വരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സിനിമ ഇവിടെ ആർക്കോ വേണ്ടി ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞ അവസ്ഥ വരും. ബേസിക്കലി നമുക്ക് ഇന്നൊരു നല്ല അഭിപ്രായം ഉണ്ടാക്കാനല്ല പാട്, അതിനെ നിലനിർത്തി ആൾക്കാരിലേക്ക് മാക്സിമം എത്തിക്കുക എന്ന് പറഞ്ഞിടത്ത് ഒരു നല്ലൊരു PR-ന്റെ ഹെൽപ്പ് നമുക്ക് വേണം. അത് അപ്ഡേറ്റഡ് PR ആയിരിക്കണം. പഴയ കാലത്തെ ഒരു PR പരിപാടി ചെയ്തിട്ട് കാര്യമില്ല. ഇന്ന് നമ്മളൊരു ഇമേജിങ് ഉണ്ടാക്കണം ബ്രോ, അത് വളരെ റിയാലിറ്റിയാണ്. നമ്മള് ഒരു പടം ഹിറ്റ് ആണെന്നുള്ളൊരു ഇമേജിങ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത് ആൾക്കാർ വരില്ല. പ്രേക്ഷകർക്ക് തോന്നുന്നുള്ളൂ, ശനിയാഴ്ച പ്രേക്ഷകർക്ക് തോന്നണം ഈ പടം കണ്ടില്ലെങ്കിൽ ഞാൻ എന്തോ മിസ്സാക്കണം എന്നുള്ളത്. കറക്റ്റ്. അതായത് വി ഷുഡ് ബി ആ ട്രെൻഡിന്റെ. അത് നമ്മൾ ആദ്യം കുറച്ച് ഇന്നിപ്പോ പോസ്റ്റർ ഒട്ടിക്കണ പോലെയാണത്. ബേസിക്കലി ഞാൻ വിചാരിക്കുന്നത് അതിലൊരു തെറ്റുമില്ല, അങ്ങനെ ആൾക്കാർക്ക് തോന്നിപ്പിക്കണം. അല്ലാതെ അല്ലെങ്കിൽ വരത്തില്ല, അല്ലെങ്കിൽ അവര് OTT വന്നിട്ട് പറയാ കുഴപ്പമില്ല, നല്ല പടമായിരുന്നല്ലോ തിയേറ്ററിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം നമ്മള് ഇവിടെ നിന്ന് ഒറ്റക്ക് തുടങ്ങിയിട്ട് കാര്യമില്ല. കറക്റ്റ് പ്രൊഡക്ഷൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ വിട്ടു പ്രശ്നമുണ്ട്. ഈ ആക്ടേഴ്സിന്റെ സിറ്റുവേഷണൽ സെൻസിന് വേണ്ടി ഇപ്പോഴും പറയുള്ളൂ. ഇപ്പൊ അഭിനയിക്കുന്ന സമയത്ത് ഒരു സീൻ കോറിയോ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള പ്രോപ്സ് ആയിരിക്കാം, അയാൾ ആ സ്പേസിന് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. കുമ്പളങ്ങിയിലെ ഷെയ്ൻ്റെ ഇൻട്രോ സീൻ, ഈ പാട്ടും കേട്ട് വരുന്നു, ഫുഡ് കയ്യിൽ വെച്ച് എടുക്കുന്നത്, മീൻകറി എടുക്കുന്നത്, കഴിക്കുന്നത്, ഇടയ്ക്ക് ഇത് ഒറ്റ വലിക്ക് കുടിക്കുന്നത്, എന്നിട്ട് സജീവൻ അവിടെ പോയിരിക്കുന്നത്, ഇവരുടെ കോൺവെർസേഷൻ ടുവേർഡ്സ് എന്നാ ഉരുണ്ടും മറിഞ്ഞ് കിതച്ചിരിക്കുന്നത് വരെയുള്ളത്. അതിന്റെ വെർബൽ കമ്മ്യൂണിക്കേഷനും ഷോർട്ട് ഡിവിഷനും ഒക്കെ ഒപ്പം തന്നെ പറയേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ കോറിയോ, ആക്ടിവിറ്റി, ബിഹേവിയർ എന്താ ശരി ആ പെർട്ടിക്കുലർ പോർഷൻ, ഞാൻ അധികം പറഞ്ഞേക്കാത്ത പോർഷൻ, അത് ആ പോർഷന്റെ ഒരു സ്ട്രക്ചറിങ്ങും പെർഫോമൻസ് എന്തായിരുന്നു ശരിക്കും?
എനിക്കിപ്പോ ഞാൻ തിരിഞ്ഞ് ആലോചിക്കുമ്പോ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ അവർക്കൊരു ധൃതി ഇല്ല. അതായത് ചില സിനിമകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷോട്ട് എടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കാം. ഇന്നെടുക്കാന്നുള്ളതായിരിക്കില്ല. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മളിത് എടുക്കുന്നു, അതായത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. അതായത് ബേസിക്കലി നമുക്ക് ടെൻഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു എനിക്ക് തോന്നുന്ന ഒരു ഫിലിം മേക്കർ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു ടീം ചെയ്യേണ്ടതാണ്. നമ്മൾക്ക് വേറെ നാളത്തെ ഷൂട്ടിന്റെ ഡേറ്റോ അല്ലെങ്കിൽ അവിടുത്തെ പെർമിഷനോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതെനിക്ക് തോന്നുന്നു എന്റെ ആ ഒരു സമയം കൂടെ ഉണ്ടായിരിക്കും. പിന്നീട് നമ്മൾ ഷോൾഡർ ചെയ്ത് വരുന്ന പടങ്ങൾക്കെല്ലാം ആ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ എവിടെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകും. ഈ പെർട്ടിക്കുലർ സീൻ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും, പിന്നെ പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ നമ്മളോട് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അത് നമ്മൾക്ക് അപ്പൊ ബോധമല്ല. അയ്യോ ഇങ്ങനെ ഇരിക്കണമല്ലോ എന്ന് ഓർത്ത് അഭിനയിക്കുന്നില്ല. ഇല്ല, സോഫയിൽ വന്നിരിക്കുന്നത് ഈ കാലും മടക്കി വന്നിരിക്കുമല്ലോ. അതൊക്കെ എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിലേക്ക് ആദ്യം ഒന്ന് കേറാനുള്ള ഒരു ടൈം കിട്ടി. പിന്നെ നമ്മൾക്ക് വേണ്ട ചില ഇൻസ്ട്രക്ഷൻസ് ഉള്ളു. അല്ലാതെ അങ്ങനെ ഒരു പേപ്പറിൽ ഞാൻ ഒരു സ്ക്രിപ്റ്റോ ഡയലോഗോ ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. ഓരോ ഷോട്ടിന് സമയത്ത് ശ്യാമേട്ടൻ വന്നിട്ട് ഈ ഡയലോഗുകൾ പറയും, ആ ഡയലോഗുകൾ നമ്മൾ പറയുന്നു. ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇതാണ് നേരത്തെ ഇപ്പൊ റസൂലിന്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ ഒരു സ്പേസ് സെറ്റ് ചെയ്ത് തരികയാണ്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പെർഫോം ചെയ്യാൻ നമ്മുടെ വീടായിട്ട് തോന്നിക്കുന്ന വിധം ആ ഒരു സെറ്റിംഗ് അപ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത്. ഇപ്പൊ ആ ഷോട്ട് എടുത്തിട്ട് നമുക്ക് അടുത്ത ഷോട്ട് എടുക്കാൻ പോകണമെന്നുള്ള ധൃതിയിലാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു സീൻ ചിലപ്പോൾ നമുക്കൊരു വൃത്തിക്ക് കിട്ടില്ല. അപ്പൊ ഇതെല്ലാം ബാധകമാണ്. അതായത് മേ ബി ആ ഒരു നൈറ്റ് നമ്മൾ ഈ സീനിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം എന്ന് പറയുന്ന ഒരു സാധനത്തില് അത് പെട്ടെന്ന് ചിലപ്പോൾ വളരെ പെട്ടെന്ന് തീരുകയും ചെയ്യും. നമുക്ക് ഒരുപാട് വേറെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ അതിനകത്ത് നമ്പർ ഓഫ് ടേക്സ് വളരെ കുറവായിരിക്കും തോന്നുന്നു. മിക്കതും 1, 2, 3 ടേക്കിലൊക്കെ തന്നെ ആയിരിക്കും മാക്സിമം. അതിൽ കൂടുതൽ പോകുന്നില്ല. അറ്റ്മോസ്ഫിയർ അതാണ്, അത്രയും ചിൽ ഷൂട്ടായിരുന്നു. ഞാൻ പണ്ട് കുമ്പളങ്ങി FDFS കണ്ടിട്ട് ഞാൻ കുറെ ആലോചിച്ച് ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആയി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ ഉണ്ടല്ലോ വീട്ടിലെ, നിങ്ങളിതെല്ലാം കഴിഞ്ഞു പോയല്ലോ, ഇനി ആ സോഫയിൽ ആരിയിരിക്കും? നിങ്ങൾ ഇവര് ആലോചിക്കാറുണ്ടോ ആ സോഫ എങ്ങനെ ഇവര് കണക്ട് ചെയ്യണമെന്നുള്ളത്? അത് നിങ്ങളുടെ ഭയങ്കര കോർ സ്ഥലമാണ്. പക്ഷെ ആ വീട്ടിലെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള സാധനം ചിലപ്പോൾ അതായിരിക്കും, ആ സോഫ ആയിരിക്കാം. അതിന്റെ ആർട്ടും അല്ലേ, ഗംഭീര ആർട്ടും. ഞാനിങ്ങനെ ആലോചിക്കുന്നു അന്ന്, അതായത് അത്രയും ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളൊരു സെറ്റ്. ആ വീട് അങ്ങനെ തന്നെ, അതായത് പഴകിയ ഒരവസ്ഥയിലേക്ക് കറക്റ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ജ്യോതിഷേന്റെ ബെസ്റ്റ് വർക്കാണ്. ഒരുപാട് ചിന്തിച്ച് ചെയ്തിട്ടുള്ള, അതായത് ഇവര് ഇത് എവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടാവും, ചിലപ്പോ അങ്ങനെ ചിന്തിച്ച് കൊടുത്തതായിരിക്കും. അതൊക്കെ നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കും. അവിടെ തിയേറ്ററും ആളുകൾ തിയേറ്ററിലോട്ട് വരുന്നതൊക്കെ കഴിഞ്ഞ 3 വർഷമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയ ഫിലിം 2024 മുതലുള്ള മലയാള സിനിമയുടെ ഒരു സക്സസ് റേറ്റ് നോക്കുമ്പോൾ ആളുകൾ തിയേറ്ററിലോട്ട് വരുന്നത് കൂടുന്നുണ്ട്. നമ്മുടെ ഒരു പ്രീ കോവിഡ് എറ പോലെ ആളുകൾ ബാക്ക് ടു തിയേറ്റർ എത്തുന്നുണ്ട്, പടങ്ങൾ കാണുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വാഴയുടെ ഒരു സക്സസ്, അതായത് ഒരു റിലീസിന് തലേദിവസം വരെ നമ്മൾ ഫോണിൽ കണ്ട 4 പിള്ളേരെ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകുന്നു. അവിടെ കംപ്ലീറ്റ് പെർഫോമേഴ്സ് ആയിട്ട് എൻറ്റയർ സിനിമ ഷോൾഡർ ചെയ്യുന്നു. അവർക്ക് അവിടെ കൈയടി. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരോ അവിടെ എത്തി സ്ക്രീനിൽ സക്സസ് ആയ ഫീൽ ഓഡിയൻസിന് വരുന്നു. വാഴ കണ്ടിരുന്നോ? വാഴ ഞാൻ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ എന്താ പറയാ, നമ്മൾ കുറെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നമ്മൾ എവിടെ ഒരു സ്റ്റൈലായ പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു സിനിമകൾക്ക് പൊതുവെ. അതിൽ നിന്നൊക്കെ ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള എന്തോ ഒരു പരിപാടി അവർ ചെയ്തു. അതായത് ഇപ്പൊ നമ്മളൊരു 1 ലൈൻ കഥ പറഞ്ഞാലല്ല, അതിന്റെ ഒരു മേക്കിങ്ങിലോ അല്ലെങ്കിൽ അവരുടെ അഭിനയത്തിലൊക്കെ ഒരു കംപ്ലീറ്റ്ലി ഒരു പുതിയൊരു പ്രോഗ്രാം, നമുക്ക് ഒരു ഫ്രഷ് എയർ കിട്ടിയ ഒരു സീൻ നമുക്ക് അതിലുണ്ടായി. പിന്നെ ആ അതിന്റെ കഥയിൽ കൊടുക്കുന്ന ഒരു ഇന്നത്തെ ജനറേഷൻ്റെ ഒരു മെസ്സേജ്, അത് വളരെ വേണ്ടതാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് ആ പടം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടായി. കാര്യം അത് ഇന്നത്തെ ജനറേഷൻ കാണേണ്ട പടമാണ്. എനിക്ക് തോന്നുന്നു അവരെ ശരിക്കും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അവർ പറയാൻ ആഗ്രഹിച്ച കുറെ സാധനം, ഇപ്പൊ ഞാൻ അടക്കം കടന്നു പോയ ഒരു നമ്മുടെ ഒരു യൂത്തിന്റെ ഒരു ദേഷ്യമുള്ള ഒരു ടൈം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളെ മുതലെടുക്കുന്ന കുറച്ച് ആൾക്കാർ, അപ്പൊ അതിനെ മുതലെടുക്കുന്ന ഒരു സമൂഹം എന്നൊക്കെ പറഞ്ഞ പരിപാടിയുണ്ട്. ഇൻ കേസ് അത് കഴിഞ്ഞിട്ടുള്ള ഇവരെ പിന്നെയും സമൂഹം കാണുന്ന രീതി, ഇതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ
പിന്നെ ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് ഒന്നിനൊന്ന് വെച്ചെന്ന് പറയാം. നമുക്ക് ഒരാളെ മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല. എല്ലാരും മറ്റേ കംപ്ലീറ്റ്ലി അവർക്ക് മറ്റേ ഒരു ഇതില്ല, അവർ അഭിനയിക്കണായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ ഒരു സാധനം അവര് ചെയ്തു. ഡ്യൂറേഷനും നമ്മളെ ബോധർ ചെയ്യുന്നില്ല, 2.3 മണിക്കൂർ പോകണം നമ്മൾ അറിയുന്നില്ല. ഒരു ഫ്രഷ് പടം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പാട്ടുകളും എല്ലാത്തിനും ഒരു രസമായിരുന്നു. നമുക്ക് ഇങ്ങനെ സമയം ഇങ്ങനെ പോവും, അങ്ങനെ ഒഴുകിപ്പോവും. അതിന്റെ കൂടെ നല്ല, അതായത് കണ്ടന്റിന്റെ കൂടെ കൊമേഴ്ഷ്യാലിറ്റിയുടെ കൂടെ നല്ലൊരു കണ്ടന്റും കൂടെ അവര് കൊടുത്തു എന്നുള്ളതാണ്. അതിനാണ് ശരിക്കും ആ ഒരു വിജയം അവർ അർഹിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം. ആ മെസ്സേജും ഭയങ്കര ഇന്നത്തെ വളരെ റെലവെന്റ് ആണ്. ഈ ദൃഢം വരുന്ന സമയത്തേക്ക് ഞാൻ അതിൽ കാണുമ്പോൾ പിന്നെ ഒരു പുതിയ സംവിധായകനൊപ്പമാണ് ഷെയ്ൻ വരുന്നത്. ഞാൻ ഇപ്പോഴും ആലോചിച്ചിട്ടുള്ളത്, ഇതിലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ. അത് അയാളുടെ ഒരു നറേഷനിലായിരിക്കാം, അയാളുടെ വിഷൻ കൺവിക്ഷനിലായിരിക്കാം. എങ്കിൽ പോലും പലരും ഡൗട്ട്ഫുൾ ആവുന്നിട്ടുണ്ട്. എല്ലാം ഓക്കെ പറഞ്ഞിരിക്കുമ്പോഴും ഇവരിലൊരു അത് വളരെ ഓർഗാനിക്കായി സംഭവിക്കുന്നതാണ്. ഇയാൾ ഇങ്ങനെ സിനിമ സെറ്റ് ചെയ്തെടുക്കുമോ, സ്ട്രക്ചർ ചെയ്യോ, പറഞ്ഞ് ഔട്ട് തരുമോ, ഈ ഒരു പുതിയ സംവിധായകനിൽ വിശ്വസിക്കുന്നത്, അയാളെ കൂടെ നിർത്തുന്നത്, അത് ശരിക്ക് ഒരു ലൈം ലൈറ്റിൽ ലൈവായി നിൽക്കുന്ന ആക്ടർക്ക് എളുപ്പമുള്ള കാര്യമാണോ? അതൊരു ഭയങ്കര ധൈര്യം ആവശ്യമുള്ളതും റിസ്ക് ആണോ? എങ്ങനെ ഷെയ്ന്റെ പെർസ്പെക്റ്റീവ് അതിൽ? ഇപ്പൊ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ജിത്തു സാറിന്റെ മകളാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. കെറ്റീനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജിത്തു സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നും പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് അതിനകത്ത് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാര്യം ആ കഥക്കകത്ത് അപ്പൊ എന്തെങ്കിലും ഇല്ലാതെ ഒരിക്കലും ജിത്തു സാർ അതിനകത്ത് കണക്ട് ആവേണ്ട കാര്യമില്ല. പിന്നെ ജിത്തു സാറിന്റെ അസോസിയേറ്റ് ആണ്, എന്നെക്കാളും ഒരു വയസ്സ് ഇളയതുമാണ്. അപ്പൊ ഞാൻ വയസ്സ് കുറഞ്ഞ ഒരു ഡയറക്ടറിന്റെ കൂടെ ഫസ്റ്റ് ടൈമാണ്. ഇപ്പൊ ഉണ്ണി ബൾട്ടിയിൽ ഒരു സമപ്രായക്കാരായിരുന്നു. അപ്പൊ ഒരു വയസ്സ് ഇളയത്. അപ്പൊ പ്രായം സ്വയം നമ്മൾ തിരിച്ചറിയുന്നു. അതുവരെ നമ്മൾ മറ്റെല്ലാരും ചേട്ടാ ചേട്ടാന്ന് വിളിച്ചിട്ടാണ് ഇൻഡസ്ട്രിയിൽ നിൽക്കണെന്ന് പറഞ്ഞത്. അങ്ങനെ വന്ന് കഥ പറഞ്ഞപ്പോ കഥ തന്നെ നല്ലൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇവർ സെറ്റ് ചെയ്യുന്ന ഒരു ടീമും പരിപാടിയൊക്കെ അത്യാവശ്യം രസമുള്ള ഒരു പ്രോഗ്രാമായിട്ട് തോന്നി. പിന്നെ മാർട്ടിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അധികം സംസാരിക്കൊന്നുമില്ല, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊന്നും. അത് തന്നെ ഒരു നല്ല ക്വാളിറ്റിയാ. കാര്യം ഒരുപാട് പറയണവര് പലപ്പോഴും ചെയ്യൂല. അധികം പറയാണ്ട് എന്ന് വെച്ചാൽ അയാൾ അയാളുടേതായ സൈലന്റ് ആയിട്ട് എന്ന കാര്യങ്ങള് പറ്റുന്ന രീതിയിലൊക്കെ അയാളുടെ മാക്സിമം അയാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് എന്താന്ന് ധാരണ ഉണ്ടെന്നേ, അതാണ്. അപ്പൊ അതൊരു നമുക്കതൊരിക്കലും ഷൂട്ടിംഗ് ലൊക്കേഷന് മുന്നേ നമുക്ക് അറിയാൻ പറ്റില്ല. അത് നമ്മളൊരു ബെറ്റാണ്. നമ്മളവിടെ ചെന്നിട്ട് ഓക്കെ എന്നറിയാനേ പറ്റുള്ളൂ. ഡേ വണ്ണില് അറിയാൻ പറ്റും. അത് പുള്ളിക്കാരൻ ഇത് മതി, വളരെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ എടുക്കുന്നു എന്ന് വെച്ചാൽ വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു പരിപാടിയായിട്ട് തോന്നി. ജിത്തു ജോസഫ് പ്രസൻസ് എന്നുള്ളതും കൂടെ എനിക്ക് തോന്നുന്നു ബ്രാൻഡ് വാല്യൂ പോലെ തന്നെ അതിൽ ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഈവൻ പ്രേക്ഷകർക്കും അത് തിയേറ്ററിലേക്ക് വെൽക്കം ചെയ്യുന്നതിൽ ഒരു ഏരിയ ആണല്ലോ. എന്താ ജിത്തു ജോസഫ് ആസ് എ ഫിലിം മേക്കർ, ഷെയ്ൻ ഒരുപാട് പടങ്ങൾ കണ്ട് വന്ന ആളാണല്ലോ, ഈ കൊളാബറേഷൻ എന്താ? ജിത്തു സാറിന്റെ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ആണ് ജിത്തു സാറിന്റെ പടത്തിലെ മെയിൻ. അതായത് അതില് മറ്റേ അഡീഷണൽ ആയിട്ടുള്ള ഡെക്കറേഷനുകളൊന്നും ഇല്ല. ആ സിനിമ അങ്ങോട്ട് പറഞ്ഞു വെക്കുക എന്നുള്ളതാണ് അതിന്റെ ഫീലോടെ ഇമോഷനിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന. അതിപ്പോ പണ്ട് ജിത്തു സാറിന്റെ ഇപ്പൊ ദൃശ്യത്തിന് മുമ്പുള്ള സിനിമകൾ നോക്കിയാലും അതെ, അതിനകത്തൊരു പരിപാടി ഉണ്ടാവും, ഇങ്ങനെ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇരുത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാം. ദൃശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു സസ്പെൻസ് കൊണ്ട് നമ്മള് എൻറ്റയർ ഇപ്പൊ ലോകം മുഴുവനായി പറയപ്പെടുന്ന ഒരു പടമാണ് ദൃശ്യം 3 വരെ. അത് അടുത്ത് തന്നെ ഉണ്ടെന്ന് മെയ് 21. ഈ ഞാൻ സാധനം വിട്ടുപോയത് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ കുമ്പളങ്ങി നമ്മൾ പറഞ്ഞത് കൊണ്ട് ചോദിക്കുകയാണ്. മലയാള സിനിമയെ പറ്റി കുമ്പളങ്ങി ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ സംസാരിക്കുമ്പോഴും അന്യഭാഷയിലുള്ളവർ പറയുന്ന ഒരു പേരാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ളത്. ഒരു സിനിമയുടെ ജേണി ഭയങ്കര ബ്യൂട്ടിഫുൾ ആവുന്ന പോയിന്റ് ആണല്ലോ. ഒരു പക്ഷെ ഒരു റീജിയണലായി ഇറങ്ങിയ ഒരു സിനിമ, ഇവിടെ ഹിറ്റ് ആവുന്ന സിനിമ, ആ സിനിമ ശരിക്കും ഇവിടെ ഹിറ്റ് ആയതിനു ശേഷമാണ് ട്രാവൽ തുടങ്ങുന്നത്. ഓരോ നാട്ടിലെത്തുന്നു, അവര് കാണുന്നു, അവര് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ കാണുന്നു, മറ്റുള്ളവരോട് പറയുന്നു. അവിടെ ഈ സിനിമ ഇങ്ങനെ ഈ ആർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും രസമുള്ള കാര്യം. ഇപ്പൊ ഈ ഷെയ്ൻ ആണെങ്കിലും പല വർഷങ്ങളിലായിട്ട് പല ഇൻസിഡന്റ് ചിലപ്പോൾ റീല് സ്വൈപ്പ് ചെയ്യുമ്പോഴാവും കുമ്പളങ്ങി നൈറ്റ്സ് ഫ്രം മലയാളം എന്ന് പറഞ്ഞൊരു വീഡിയോ പെട്ടെന്ന് കാണുന്നത്. എന്താ ശരിക്കും ആ മൊമെന്റ് ഭയങ്കര പേഴ്സണലി ഭയങ്കര പ്രൗഡ് ആണോ?
പേഴ്സണലി ഭയങ്കര പ്രൗഡാണ്. നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നെന്ന് പറയൂലേ. ഇപ്പൊ ബോംബെയിലോ അവിടെ എവിടെയെങ്കിലും പോയാൽ അപ്പോൾ പറയും കുമ്പളങ്ങി നൈറ്റ് പറയും. ഇനിയിപ്പോ ഹൈദരാബാദ് പോയി കഴിഞ്ഞാൽ കുമ്പളങ്ങി നൈറ്റ്, അതിന്റെ കൂടെ ഇപ്പൊ RDX പറയുന്നു. അതായത് ഫസ്റ്റ് അവിടെ കുമ്പളങ്ങി നൈറ്റ് ഒരു എന്താ പറയാ, മലയാള സിനിമയ്ക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ജേർണി ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടുത്തെ സിനിമകൾ പുറത്ത് കണ്ടു തുടങ്ങി എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഫസ്റ്റ് വടവായിരിക്കാം ഈ ടൈമിൽ വരുമ്പോൾ അതാണ്. അങ്ങനെ, അതായത് ഒരു ലാൻഡ്മാർക്ക് സിനിമ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ അതേപോലത്തെ തന്നെ ഒരു ലാൻഡ്മാർക്ക് പടമാണ് എനിക്ക് RDX എന്ന് പറയുന്നത്. ഇപ്പോ നമ്മളുടെ പുലിമുരുകൻ ആ ടൈമിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു 100 crore പരിപാടിയിലൊക്കെ നിന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ ഇത് ഇത്രയും ഇതിങ്ങനെ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു പടത്തിന് പോസിബിൾ ആണ് എന്നുള്ളൊരു, അതും ആ സമയത്ത് നമ്മളെല്ലാം അങ്ങനത്തെ ഒരു ബഡ്ഡിങ് പരിപാടിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അത് എത്ര പേർക്കാണ് ഇവിടെ കോൺഫിഡൻസ് കൊടുത്തുണ്ടല്ലോ. അതെ, ഇന്നിപ്പോ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇന്ന് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഇപ്പോ വാഴ വിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോ 200 crore ക്ലബിലോട്ട് കയറിയിരിക്കുന്നു. ഇൻഡസ്ട്രി ഒരു വലിയൊരു പരിപാടിയിലേക്ക് മാറുന്നുണ്ട്, നമ്മൾ പോലും ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക്. നമ്മുടെ മലയാള സിനിമയ്ക്ക് മറ്റേ കോടി ക്ലബുകൾ അടിക്കാനായിട്ട് ഫോർമുല വേണ്ട, ഒന്നും അതായത് ഒന്നും ലിഖിതമായ നിയമങ്ങളിലല്ല പരിപാടി, ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ വാഴ ഇറങ്ങുന്നതിന്റെ തലേന്ന് പോലും എനിക്ക് തോന്നുന്നില്ല വാഴ എടുത്തവർ പോലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഈ വിജയം. അതുപോലെയാണത്, അതൊരു നടക്കുന്ന ഒരു കാര്യം, സംഭവിക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. ഈ കുമ്പളങ്ങി പറഞ്ഞുകൊണ്ട് ഈ കുമ്പളങ്ങിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് എല്ലാവരും ഡൗട്ട് ആയി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അച്ഛനമ്മ കണക്ഷൻ എന്നുള്ളത് അതിൽ ഏറ്റവും രസമായിട്ട് ആ സീനിൽ പോർട്രേ ചെയ്തു. ഈ അന്നയുടെ കയ്യിൽ വരച്ചോടിക്കുന്നത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ. അതിന് ഇന്റർകട്ടും നല്ലതായിരുന്നു. അതായത് സൗവിക അവിടെ ഇരുന്ന് സൈക്കാട്രിസ്റ്റ് എടുത്തിരിക്കുന്നു. സൈക്കാട്രിസ്റ്റ് ഒറ്റ മിനിറ്റ് ബുക്കില് പാന് കൊണ്ട് എഴുന്നേറ്റ് നേരെ കട്ടാണ് കയ്യില് വരച്ചെടുക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഒരുപക്ഷെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ബ്രില്യൻസ് കണ്ടുപിടിക്കുന്ന രസമാണല്ലോ. ഇത് നിങ്ങൾ സിനിമയായിട്ട് കാണുമ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യുന്നത്. ആ സീക്വൻസ് എങ്ങനെയാ ഓർക്കുന്നത്? എനിക്ക് എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ആ ഒരു ടീമിന്റെ ഇപ്പൊ ശ്യാമേട്ടനായാലും മധുവേട്ടനായാലും ദിലീഷേട്ടനായാലും നമ്മുടെ ഷൈജുക ക്യാമറ, എനിക്ക് തോന്നുന്നില്ല ഇനി നമ്മളെല്ലാരും ഒത്തുചേർന്നാൽ പോലും അങ്ങനെ ഒരു സിനിമ ഇനി ചെയ്യാൻ പറ്റുന്നത്. കാര്യം ആ സിനിമ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സംഭവിച്ച പോലെയാണ് ഇതെല്ലാം. ഭയങ്കര എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, അതായത് അഭിനയിക്കുമ്പോഴായാലും ശരി പിന്നീട് ആ പടം കാണുമ്പോഴായാലും ശരി ഭയങ്കരമായിട്ടൊരു ജോയ്, ഒരു ഹാർട്ടിലൊരു സുഖമാണ് എന്ന് പറയുന്ന പോലെയാണ് പടം. അത് വൺസ് ഇൻ എ ലൈഫ് ടൈം മൂവി എന്നൊക്കെ പറയാം. ഈ അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയുടെ സർവൈവലിനെ പറ്റി പറഞ്ഞു, അതിൽ നിലനിൽക്കുന്നതിനെ പറ്റി പറഞ്ഞു, സിനിമകൾ ചൂസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, സിനിമകൾ ഇൻഡസ്ട്രിയുടെ സിനിമ കൾച്ചറിനെ പറ്റി പറയുന്നു. ഷെയ്ൻ ശരിക്ക് ഇനിയുള്ള ജേർണിയിൽ ഇപ്പൊ ഷെയ്ൻ പറഞ്ഞു മ്യൂസിക് പ്രൊഡക്ഷന്റെ ആഗ്രഹം പറഞ്ഞു, അതിന് സമയമാകുമ്പോൾ അതിലോട്ട് മൂവ് ഓൺ ചെയ്യാന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനും കൂടി ഒരു സ്പേസ് കണ്ടെത്താന്നുള്ള രീതിയിൽ ആക്ടർ എന്ന രീതിയിൽ ഷെയ്ൻ ഇനി കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആക്ടർ ഷെയ്ൻ്റെ കരിയർ പ്ലാൻ, ഇനി ഒരു പ്ലാൻ പ്രകാരമുള്ള ഒരു ജേർണി, അങ്ങനെ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്താൽ കൊള്ളാവുന്നുണ്ടോ? ഡിസൈനിങ്ങിൽ മാറ്റം വരുത്തുന്നുണ്ടോ? എന്താ ഇനി? കാരണം സിനിമ കൂടുതൽ ലൈവ് ആവുന്നു, പല ജോൺറെ, പല ആക്ടേഴ്സ്, സിനിമ കൾച്ചർ വൈഡ് ആവുന്നുണ്ടല്ലോ. അവിടെ ഷെയ്ൻ നിൽക്കുന്ന ആക്ടറിന്റെ സർവൈവൽ പാർട്ട് ഇനി എങ്ങനെയായിരിക്കും അതിന്റെ ഡിസൈൻ? ഞാനത് എല്ലാ ദിവസവും ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാറുണ്ട്. അതായത് ഇനി നമ്മൾ എന്ത് കൊടുക്കണം ജനങ്ങൾക്ക് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. പക്ഷെ അതേ ടൈമിൽ തന്നെ എൻ്റെ ഉള്ളിലൊരു സാധനം വരും, നീ ഒരു ഫോർമുല ഫോളോ ചെയ്യാൻ നോക്കിയാൽ അതിന് അതൊരു, എനിക്ക് തോന്നുന്നില്ല, അത് എൻ്റെ ലൈഫിൽ ഇതുവരെ കറക്റ്റായിട്ട് വന്നിട്ടില്ല. നമ്മൾക്കൊരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ആഫ്റ്റർ RDX ചില പടങ്ങൾ ഞാൻ ചെയ്തു, അതെന്റെ എത്തിക്കൽ കാരണങ്ങളുണ്ട്. അതായത് അല്ലെങ്കിൽ ഞാനത് നമ്മുടെ ഉള്ളിലൊരു കുത്തെന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമുണ്ട്. അതേപോലെ നാളെ ഞാനൊരു സിനിമ തിരഞ്ഞെടുക്കുന്നതിന് ഞാൻ എന്ന് പറഞ്ഞ ഒരു വളരെ കൃത്യമായ ഒരു റീസണിങ് വെച്ചാൽ ചിലപ്പോൾ അത് എനിക്കറിയില്ല. ഇതിനകത്തുള്ള ഒരു ഹ്യൂമണും കൂടെ ഉണ്ടല്ലോ നമുക്ക്, അയാളും കൂടെ നിൽക്കുന്നോണ്ടാണല്ലോ, അല്ലെങ്കിൽ അയാൾ വളരെ വൾണറബിൾ ആയിട്ട് നിൽക്കണോണ്ടാണ് എനിക്ക് പലപ്പോഴും പല സിനിമയും ചെയ്യാനും അല്ലെങ്കിൽ അഭിനയിക്കാനും പറ്റുന്നത്. അയാളെ നിലനിർത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നമ്മളിപ്പോ ഒരു സ്ഥാനമോ മാനോ ഇതെല്ലാം നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഹ്യൂമൻ ചിലപ്പോൾ
ഒരു പല പോയിന്റിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ പോലെ ചില സ്ഥലത്ത് വില്ലനാവേണ്ടി വരും. അപ്പൊ നമ്മൾക്ക് തന്നെ ഒരു കുറ്റബോധവും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വരും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. എന്റെ ഹ്യൂമാനിറ്റിയെ നിലനിർത്തുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ആക്ടറായിട്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എനിക്ക് ആകെ ഈ സൊസൈറ്റിക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം, അതേപോലെ തന്നെ എൻ്റെ ജോബിനോടും ചെയ്യാൻ പറ്റുന്നത്. വി ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഗുഡ് വിത്ത് അവർ സെൽഫ്. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എല്ലാവരോടും ഗുഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഞാൻ ആക്ച്വലി ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം വന്നു ചേരുന്നതന്നെ ഫോർമുല ഇല്ലാന്നേ, ഒരിക്കലും ഒരു ഫോർമുല ഇല്ല. ഇപ്പൊ നമ്മൾ പറയട്ടെ, ഇനി ഇതേപോലെ തന്നെ ഇപ്പൊ പ്രേമം ഇറങ്ങിയ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ ടൈമിൽ കുറെ കോളേജ് പടങ്ങൾ വന്നു. പ്രേമം പോലെ വിജയിച്ചായിരുന്നു? ഒന്നും വിജയിച്ചില്ല. അപ്പൊ അത് കഴിഞ്ഞ് കുറെ നാൾ ശേഷം നമുക്കിപ്പോ ഒരു വാഴ ഇനി ഇതേപോലെ വേറെ പടങ്ങൾ ചിലപ്പോ വന്നേക്കാം. അതല്ല, ഇതൊരു നമ്മളപ്പോ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പടം വിജയിച്ചുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രി മൊത്തം ഇനി ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ചിന്തയില്. ഇത് അതുകൊണ്ടല്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. വളരെ സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, എന്ത് ജോണറാണെങ്കിലും അതിന്റെ മാക്സിമം ചെയ്യാന്നുള്ള. ബാക്കി ചിലപ്പോ കിട്ടും, അത് നമുക്ക് ഉറപ്പിച്ച് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി ചെയ്തിട്ട് കാര്യമില്ല. വിജയ ഫോർമുല ഇല്ല, പ്രത്യേകിച്ചില്ല. ഫോർമുല ഫോളോ ചെയ്താലും അതിന് ആയുസില്ല. അത് നമുക്ക് ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ചിലത് നടക്കണം എന്നുള്ളത് അതൊരു ദൈവനിശ്ചയമാണ്, നടക്കുന്നതാണ്. അതിൻ്റെ കൂടെ നിന്നു കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇനി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ജോൺറ ഉണ്ടോ? ഇഷ്ടം പോലെ ജോണർ ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇട്ടവട്ടത്തൊക്കെ എടുത്തിട്ടുള്ള ജോണേഴ്സ് അല്ലേ ചെയ്തിട്ടുള്ളൂ. അതിൽ ഭയങ്കര ഒരു പേഴ്സണൽ ഫേവറേറ്റ്, എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണം അങ്ങനെ ആഗ്രഹമുള്ള ഒരു പീരിയഡ് നല്ലൊരു പരിപാടി ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതായത് പീരിയഡ് ആയിട്ട് തോന്നരുത്, ഇന്നത്തെ കോണ്ടംപററി സിനിമയായിട്ട് തോന്നണം. പക്ഷെ ഒരു പീരിയഡ് ടെക്നിക്കലി കഥ നടക്കുന്നത് പീരിയഡിലായിരിക്കാം. പക്ഷെ ഈ പറഞ്ഞ ഔട്ട്പുട്ട് വൈസ് എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിന്റെ പരിപാടികളെല്ലാം മറ്റേ ഭയങ്കര ന്യൂ ആയിട്ട് ഓൾഡ് സ്കൂൾ ആവരുത്. അത് പോവാ, അങ്ങനത്തെ പടം നമുക്ക് കണ്ടിരിക്കാൻ അങ്ങനത്തെ ഒരു സാധനം ട്രൈ ചെയ്താൽ കൊള്ളാന്നുണ്ട്. നമ്മൾ ഈ മലയാള സിനിമയുടെ ഈ ബാക്ക് ടു ബാക്ക് റിലീസുകൾ പറയുന്നു, ഈ പറഞ്ഞ ഓരോ വീക്കിലും ആളുകൾക്ക് ഓപ്ഷൻസ് കൂടുതലാണ്. അവിടെയാണ് ദൃഢം May 8 റിലീസ് ആവുന്നത്. അതെ, പേട്രിയോട്ട് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കിലോട്ട് റിലീസ് ആവുന്നത്. ടെൻഷൻ ഉണ്ടോ? സത്യം പറഞ്ഞാൽ കുറച്ചുണ്ട്. പിന്നെ നമ്മൾക്ക് പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഡേറ്റ്സ് ഒക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് പ്രൊഡക്ഷൻ അറിയിച്ചത്. ഈവൻ സെയിം ടീമിന്റെ തന്നെയാണല്ലോ ദൃശ്യം, ഇപ്പൊ അതെല്ലാം ലൈനപ്പിലുണ്ട്. പിന്നെ അതിരടി, അതും കഴിഞ്ഞിട്ട് ഇനി വേറെ പടങ്ങളൊക്കെ വരാനുണ്ട്. കാട്ടാളനുണ്ട്, 14th അതിരടി തൊട്ട് അങ്ങോട്ടേക്ക് ഒരുപാട് പടങ്ങളുണ്ട്. അപ്പോ നമ്മൾക്കൊരു നല്ലൊരു ടൈമിംഗ് ആയിട്ട് തോന്നുന്നു. അപ്പൊ അറിയില്ല. May 1 പാട്രിയോട്ട് FDFS കണ്ടിട്ട് നെക്സ്റ്റ് വീക്ക് ഷെയ്നിന് പോയിട്ട് FDFS കാണാമല്ലോ. 2 ദിവസമാണെങ്കിൽ കിട്ടത്തില്ലല്ലോ. അതിനെന്തായാലും നമുക്ക് തിയേറ്ററും കിട്ടില്ലല്ലോ. ഇതിപ്പോ ഒരാഴ്ച ആയതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം കിട്ടുമെന്ന്. അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ, ദൃഢം തകർക്കട്ടെ. താങ്ക് യു.